റമദാനിന്റെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നിലക്കും എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിന്ന് ആരാധനകൾക്ക് വേണ്ടി മാത്രം പള്ളിയിൽ കഴിച്ചു കൂട്ടുന്ന ദിനരാത്രങ്ങളാണ്. അത് സ്വഹാബത്തും അങ്ങനെയായിരുന്നു. അഥവാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ശൈലിയും രീതിയും കണ്ട് സ്വഹാബത്ത് മുഴുവൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പള്ളിയിലും അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ വീടകങ്ങളിലും ഒക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുടുംബക്കാരെയും അയൽവാസികളെയും വരെ വിളിച്ചുണർത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെയായിരുന്നു. ഈ അവസാനത്തെ 10 പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ കുടുംബക്കാരെയും അയൽവാസികളെ വരെ വിളിച്ചുണർത്തിയിട്ട് എഴുന്നേറ്റ് ആരാധനകൾ നിർവഹിച്ചോളൂ, ഇന്ന് ലൈലത്തുൽ ഖദർ ആയേക്കാം, ആർക്കാണ് അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആവേശത്തോടെ ആരാധനകൾ നിർവഹിക്കുകയാണ്. താബിഈകളിൽപ്പെട്ട വലിയ മഹാനാണ് അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഈ പറയുന്ന റമദാൻ അവസാനത്തെ 10 ദിവസവും എല്ലാ രാത്രിയും കുളിക്കുകയും അന്നത്തെ ആ റമദാനിലെ അവസാനത്തെ 10 ദിവസം ധരിക്കാൻ വേണ്ടി മാത്രം ഒരു പുതിയ വസ്ത്രം അദ്ദേഹം കരുതി വെച്ചിരിക്കുകയാണ്. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് മുഴുവൻ സമയവും ആരാധനയിലാണ്. ചില മഹാന്മാരൊക്കെ കരയാണ്. അവസാനത്തെ 10 വന്നാൽ പിന്നെ നിസ്കാരവും ഖുർആനോത്തും കൊണ്ട് അവർ കരയാണ്. അവർക്ക് കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. ഈ റമദാൻ ഒരാൾക്ക് കിട്ടുകയും ആ റമദാൻ ഒന്നുമല്ലാതെ അയാളിൽ ഒരു മാറ്റമൊന്നും ഉണ്ടാക്കാതെ അയാളുടെ പാപങ്ങളൊന്നും പൊറുപ്പിക്കാതെ ആ മാസം വിട പറയുകയും ചെയ്താൽ അയാൾക്ക് നാശമാണ്, അയാൾക്ക് അല്ലാഹുവിന്റെ നരകമാണുള്ളത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിപ്പിക്കുകയും ഈ അവസാനത്തിലേക്ക് വരുന്നതിനനുസരിച്ച് അവർക്ക് വലിയ ഭയപ്പാടുമാണ്.